നടക്കുമ്പോൾ ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. കേസിൽ പ്രതി ചേർത്ത് ഈ പറയുന്ന പ്ലേയിങ് ടു ദ ഗാലറി അല്ല, തൽക്കാലത്തേക്ക് പ്രതിയെ പിടിക്കലല്ല ലക്ഷ്യം. പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ലക്ഷ്യം പഴുതുകൾ അടച്ച് കേസിലെ പ്രതികൾക്ക് അവരെ ഇരുമ്പഴിക്കുള്ളിൽ കാലാകാലത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ പഴുതുകൾ അടച്ച് തന്നെ പിടിക്കും, ഒരു സംശയം വേണ്ട. പഴുതുകൾ അടച്ച് തന്നെ പിടിക്കും. ഏത് കൃഷ്ണകുമാർ പഴുതടച്ചാണ് പിടിച്ചത്? ഏത് കൃഷ്ണകുമാർ? നമ്മുടെ പിന്നെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ കൃഷ്ണദാസിനെ ഞാൻ പറഞ്ഞല്ലോ. കൃഷ്ണദാസിനെ ഞാൻ പറഞ്ഞു, ബാക്കി ആളുകളെ പിടിക്കും, സംശയം വേണ്ട. എല്ലാ ആളുകളെയും പിടിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന അനിലിന് പൂങ്കുയിലോട് ദേഷ്യമുണ്ട്. കാരണം അനിൽ ഒരു സംഭവം സ്റ്റോറി ചെയ്ത് കൊണ്ടുവന്നു. അതിന് IPS ഓഫീസർമാർ അങ്ങനെ വല്ലാതെ വളയുന്നവരാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അങ്ങനെ അഭിപ്രായം എനിക്കില്ല. പിന്നെ ഈ കേസിനകത്ത് ഒരു സംശയവും വേണ്ട, പഴുതുകൾ അടച്ച് പ്രതി ഇപ്പം തീർന്നിട്ടില്ലല്ലോ. ഒരു കേസ് എന്ന് പറഞ്ഞാൽ അനിൽ മനസ്സിലാക്കേണ്ട കാര്യം, FIR ഇട്ട് ട്രയൽ നടത്തി ഇത് ആർഗ്യുമെന്റ് കഴിഞ്ഞ് കൺവിക്ഷനിലേക്കാ. അത്രയും കാര്യങ്ങൾക്കകത്ത് ഒരു സംശയവും വേണ്ട. പിടിക്കുമല്ലോ. നിങ്ങൾ ഇപ്പം പറയും പിടിക്കണം എന്ന് പറഞ്ഞ പ്രതി ഒളിവിൽ പോകില്ല, പിടിക്കും. 2 കുട്ടികൾ, ഒരു സംശയം വേണ്ട. ഉമ്മൻചാണ്ടിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, എല്ലാ പ്രതികളും ആളുകൾക്കും ലൈഫ് കൺവിക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് കേസ് ഫ്രെയിം ചെയ്യപ്പെടും. അതിനാവശ്യമായ സാക്ഷികൾ ഉണ്ടാകും. അത് പറയാൻ പറ്റുമോ? നിങ്ങൾ SP പിരിഞ്ഞ ഒരാളല്ലേ, കേസ് പിടിക്കും, അതിനാവശ്യമായ തെളിവുകൾ ഉണ്ടാക്കും. അല്ലാതെ പ്ലേയിങ് ടു ദ ഗാലറി ആയി കുറെ ആളെ പിടിച്ച് വയ്യ കേസ് അങ്ങോട്ട് എക്യൂട്ട് അന്നേരം നിങ്ങൾ പ്രതികളെ വിട്ടിരിക്കും. ഉത്തരം പറഞ്ഞു. പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതാണ് എന്റെ പ്രശ്നം. ഒരാൾക്ക് പോയി ഇതിനകത്ത് പറയാനായിട്ട് ഇതാണ് വിഷയം സാർ എന്ന് പറയാനായി ധൈര്യമുള്ള ഒരു ആൺകുട്ടി ഇവരുടെ കൂട്ടത്തിലില്ല. അതാണ് ഈ പ്രശ്നം. ഇങ്ങനെ ഒരു പ്രശ്നം നാട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ പറഞ്ഞാലും കേൾക്കേണ്ടി വരും. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോ ഒരു നിമിഷം, ഈ വീഴ്ചകൾ പറ്റിയെന്ന് പ്രാഥമികമായെങ്കിലും ഗൗരവബുദ്ധിയ മുഖ്യമന്ത്രി ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകണമല്ലോ. പിന്നെ തുടർ നടപടികളൊന്നും ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ വാളയാർ SI PC ചാക്കോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വീഴ്ച വരുത്തിയ വിരുദ്ധനാണ്. അയാൾ ഈ അന്വേഷണത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ അവിടെ തുടരുകയാണ്. CI വിപിൻ ദാസ്, DYSPയുടെ ചുമതലയുള്ള വാസുദേവൻ, ഇവരെയാണ് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പതിവ് രീതികൾ, ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം മലപ്പുറം SPക്ക്, അത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഉത്തരമേഖല DGPക്ക് നൽകണം, 3 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം, അതാത് ദിവസത്തെ അന്വേഷണ പുരോഗതി ഇന്നു മുതൽ അറിയിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത്ര ഗുരുതരമായ വീഴ്ച വരുത്തി 3 ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക എന്ന് വെച്ചാൽ ആലങ്കാരികമായ ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും നീങ്ങാത്തത് കാര്യങ്ങൾ? അല്ല, അതിനിപ്പം അത് പോലീസിൻ്റെ ഒരു ചുറ്റുവട്ടം അങ്ങനെയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത ടീം വരും. ആ ടീം വന്നു കഴിഞ്ഞാൽ ഈ സന്ദേശം കൊടുക്കണ്ടേ ശ്രീ ജോർജ് ജോസഫ്? ഇത്ര ഗുരുതരമായ വീഴ്ച വരുത്തിയവർക്കെതിരെ എന്ത് നടപടി എടുത്തു? ആ ഡിപ്പാർട്ട്മെന്റ് നടപടി വരും. മുഖ്യമന്ത്രി നമുക്കത് പെട്ടെന്ന് ഒരു നടപടി എടുക്കാൻ ഒക്കില്ല. അതിന് കോടതി നമുക്ക് അയാൾക്ക് ഒരു മെമ്മോ ഓഫ് ചാർജ് കൊടുത്ത് ഈ ഇത് എന്താണ് അയാൾ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞാൽ അതിന് സമാധാനം ചോദിച്ചിട്ട് മാത്രമേ ഒട്ടുള്ളൂ. ഒരു DGP അധികാരത്തിൽ വന്ന് 48ാമത്തെ ഒരു പ്രിലിമിനറി എൻക്വയറി എങ്കിലും നടത്തിയിട്ട് ഇപ്പം തന്നെ അവരെ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഷൻ പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗമല്ല, ശിക്ഷയുടെ ഭാഗമല്ല. ബോധ്യപ്പെടണമല്ലോ. അത് ബോധ്യപ്പെട്ടില്ലേ? ബോധ്യപ്പെട്ടിട്ടില്ലേ? അല്ല, അത് ബോധ്യപ്പെടണമല്ലോ. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷെ പിന്നീട് ആ കേസ് കോടതിയിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതവിടെ ആ നിലയിൽ തന്നെ പൊക്കോട്ടെ. പക്ഷേ ഉടൻ നടപടിയെടുക്കാൻ പറ്റി. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഗൗരവതരമായൊരു വീഴ്ച വന്നു, മാധ്യമപ്രവർത്തകർക്ക് അടികിട്ടിയപ്പോൾ എന്ന് ബോധ്യപ്പെട്ടൊരു സർക്കാരിന് 9ാം ക്ലാസ്സുകാരി, 4ാം ക്ലാസ്സുകാരി മുഖ്യഭാഗത്താണ് പീഡനമേറ്റത്. നീറിയാണ് നടന്നത് ആ കുട്ടികൾ. എന്നിട്ട് ഇന്ന് ഈ ചാക്കോ അടക്കമുള്ളവർക്കെതിരെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന നിസ്സഹായതയെ സർക്കാർ പ്രകടിപ്പിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സസ്പെൻഡ് ചെയ്യാനായിട്ട് അതിനൊരു താമസം ആവശ്യമില്ല. പക്ഷേ ഒരു പ്രിലിമിനറി എൻക്വയറി എങ്കിലും അല്ലെങ്കിൽ ആ സസ്പെൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കോടതി ചെന്ന് സമാനം പറയേണ്ടി വരും. ഒരു പ്രിലിമിനറി എൻക്വയറി എത്രയും ക്വിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു സർക്കാർ. കാരണം പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു വീഴ്ച, ഒരു അന്വേഷണത്തിൽ ഒരു എവിഡൻസിൽ ഒരു വീഴ്ച വന്നാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരാം. ഷംസീർ, അടിയന്തരമായി ഈ പറയുന്ന SIക്കെതിരെ ഒരു നടപടി എടുക്കാൻ തക്കവണ്ണം പോലും കരുത്തനല്ലേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സന്ദേശം നൽകണ്ടേ? ഈ വേണു പറയുന്നതിനനുസരിച്ചൊന്നും സർക്കാരിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. സർക്കാർ ഇപ്പൊ പോലീസിനകത്ത് ഇരുന്നിട്ടുള്ള ആളിവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ
ഒരു നോംസ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള നിയമങ്ങളുണ്ട്. അതിപ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് വെച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ചില നോംസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് പോലീസ് ഓഫീസർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. വേണു പറയുന്നത് ഇപ്പൊ തന്നെ നടക്കുന്ന കാര്യമല്ല. അപർണയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. അപർണ, ഇവിടെ ഷംസീർ പറയുകയായിരുന്നു പോലീസിന് വീഴ്ച പറ്റി എന്ന ബോധ്യം സർക്കാരിനുണ്ട്. പക്ഷേ ഈ വീഴ്ച മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാതിരുന്നതുകൊണ്ട് സർക്കാരിന് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അതത് ദിവസത്തെ കാര്യകാരണ സഹിതം എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യത്തിൽ വലിയ നീതി നിഷേധം ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുമാണ്. ഈ വനിതാ ദിനത്തിൽ അപർണ പ്രശാന്തിക്ക് നന്നായി ദഹിക്കുന്നതാണോ സർക്കാരിന്റെ മുഖമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷംസീറിന്റെ വാദഗതി? അല്ല, ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്താണോ ഇപ്പൊ പിഴവ് സംഭവിച്ചത്? കൃത്യവിലോപം നടത്തിയത് മാധ്യമപ്രവർത്തകരാണോ? ക്രൈം നടന്നത് എവിടെയാണ്? അവിടെ തൊട്ടിട്ട് പിഴവുകൾ എവിടെ നിന്നാണ്? മാധ്യമപ്രവർത്തകർ മാത്രമാണോ പിഴവുകൾ ചെയ്തത്? എനിക്ക് തീരെ ഒട്ടും മനസ്സിലാവുന്നില്ല അദ്ദേഹം എന്താണ് പറയുന്നതെന്ന്. പിന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ സമയം വേണ്ടി പ്രശാന്തി, വേണുവിന് ചില കണ്ണുണ്ട്. വേണുവിന് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ശരിയാക്കണം. ആ അജണ്ടയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോ അതേ ഉത്തരവാദിത്തം മീഡിയ ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ഒരു ഫോർത്ത് എസ്റ്റേറ്റിനും റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളാണ് രീതിയിലേക്ക് പറഞ്ഞ രീതിയിലേക്ക് പോരുത്. വേണുവിന് പല അജണ്ടകളും. ഹൈക്കോടതിയിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല, മറ്റു കോടതികളിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല, മന്ത്രിസഭാ രേഖയുടെ വിവരങ്ങളും കിട്ടില്ല. വേണു എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഒന്നും നിങ്ങളൊന്നും ചിന്തിക്കുന്ന നല്ലതാണ്. മന്ത്രിസഭാ രേഖകളും മാത്രമല്ല ഉത്തരവാദിത്തം, മന്ത്രിസഭാ രേഖകളും കിട്ടാറില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മാത്രമല്ല തീരുമാനിക്കേണ്ടത്? അത് എന്തുകൊണ്ടാണ് ശബരിമല തീർത്ഥാടകർക്കായി എയർപോർട്ട് വരുമെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ വരുമെന്ന് മാധ്യമപ്രവർത്തകർക്ക് അറിയില്ല, കാരണം കൊടുക്കില്ല വിവരം. മാധ്യമപ്രവർത്തകരുടെ പിഴയാണോ ഷംസീർ? മാധ്യമപ്രവർത്തകന്മാർക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യം കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കേണ്ട എല്ലാ കാര്യം കൊടുക്കുന്നുണ്ട്. വേണു ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാണെന്നല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി. അല്ലാതെ മാതൃഭൂമിക്കകത്ത് എല്ലാ കാര്യം കൊടുക്കാനല്ല മുഖ്യമന്ത്രി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളല്ല ഞങ്ങളെ വല്ലാതെ ശരിപ്പെടുത്തിയിട്ടും ഞങ്ങൾക്ക് 91 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അതിനർത്ഥം നിങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ളത്. ജനങ്ങൾക്ക് ഒരു നിരാശയും പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ പിടിക്കപ്പെടും. ഒരു സംശയം അതിനകത്ത് വേണം. എല്ലാ സ്ത്രീകളും അവസാനിച്ചതിന് ശേഷമാണോ ഇവിടെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് രാധേനെ കൊത്തിക്കൊന്ന ചങ്ങാതിമാരെ വർത്തമാനം പറയുന്നത്? ആ വർത്തമാനം അധികം ഒരു നിമിഷം, നിങ്ങളെല്ലാവരും ഒരുപാട് സംസാരിച്ചല്ലോ. അപർണ, സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിലും. നമ്മൾ ഈ സീറ്റുകളുടെ വീരവാദം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൈമിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുക? എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടില്ലേ? ആ ആദ്യത്തെ പെൺകുട്ടി മരിച്ചിട്ട് എത്ര ദിവസമായി? ഇനിയിപ്പോൾ ആ കേസ് മാത്രമല്ല, പൊതുവിലെടുക്കൂ, എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പോസ്കോ നിയമം ഇവിടെ ഉണ്ടല്ലോ, എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നിരന്തരം. മാധ്യമപ്രവർത്തകർ ഒരുപക്ഷെ ക്ഷീണിച്ചു കാണും ഇത്തരം വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട്. ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, അതിനു മുന്നേയുള്ള 3 എസ്റ്റേറ്റുകളുടെ കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയലല്ല പിണറായി വിജയന്റെ പണി. ഞങ്ങളിത് ചെയ്യും എന്നുള്ള ധാർഷ്ട്യം കൊണ്ട് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? അപർണ പ്രശാന്തി, ഈ സർക്കാർ ഒരു നിമിഷം, ഇന്ന് പിണറായി പറയുകയുണ്ടായി, ജിഷ കൊല ചെയ്യപ്പെട്ടപ്പോൾ സർക്കാർ കൊന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. കൊന്നവരെ കണ്ടെത്തുന്നതിലെ വീഴ്ചകളിൽ പറ്റി മാത്രമാണ് അന്ന് ശക്തമായ നിലപാട് വിമർശനം എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുള്ളതെന്ന്. ശരി, ഈ സർക്കാരും ഈ പറയുന്ന കൃതികയെയും ശരണ്യയെയും കൊന്ന ആളുകളല്ല. പിണറായിയുടെ കൈകളിൽ അതിൻ്റെ കറകളില്ല. പക്ഷേ സർക്കാർ ഒരു സന്ദേശം കൊടുക്കണ്ടേ? ആഭ്യന്തര മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെതാണ് വീഴ്ച. അങ്ങനെ വരുമ്പോൾ ഇഫക്റ്റീവ് ഗവേണൻസ് നടക്കുന്നില്ല. അങ്ങനെ ഇഫക്റ്റീവ് ഗവേണൻസ് നടക്കുന്നില്ല എന്ന് അംഗീകരിക്കണ്ടേ? അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടേ? ഒരു സന്ദേശം എന്ന നിലയിൽ അത് വരണ്ടേ? അങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ടോ അപർണയ്ക്ക്? കേൾക്കാൻ കഴിയുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതൽ കേട്ടിട്ടുള്ള പീഡന കേസുകൾ തൊട്ടിട്ട് ഇതുവരെ ഇന്നത്തെ ഇവിടെയുള്ള ഈ കേസ് വരെ ഒന്നിലും കേൾക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല യാതൊരു പ്രതീക്ഷയുള്ള വാർത്തകളും കേൾക്കാൻ കഴിയുന്നില്ല.
എങ്ങനെയൊക്കെ കൃത്യവിലോപങ്ങൾ ഉണ്ടായോ അതേ കൃത്യവിലോപങ്ങളുടെ തുടർച്ചയിലാണ് സ്ത്രീ പീഡന കേസുകൾ, ബാലികാ പീഡന കേസുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിലെവിടെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയേണ്ടത്? ഞങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ മോശമായിരുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷിക്ക് ഇത്രയും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കലല്ല ഞങ്ങളുടെ പണി, മാധ്യമങ്ങളോട് സംസാരിക്കലല്ല പണി. ഞങ്ങൾ ഭരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട, അതങ്ങനെ നടന്നുകൊള്ളും എന്ന് പറയുന്നതാണോ ശരി? എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഷംസീർ മറുപടി. നിങ്ങൾ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളൊക്കെ വളരെ സാധാരണ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ചോദിച്ചോട്ടെ, സെലിബ്രിറ്റി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയെ പിടിച്ചപ്പോൾ പൾസർ സുനിയെ കോടതിയിൽ നിന്ന് പിടിച്ചപ്പോൾ കോടതിയിൽ നിന്ന് പിടിക്കാൻ പാടുണ്ടോ? ഇതല്ലേ നിങ്ങളുടെ ചോദ്യം? നാളെ ഈ പ്രതികളെ പിടിച്ചാൽ നിങ്ങൾക്ക് അതിലും വാദമുണ്ട്. നിങ്ങൾ ഈ ബാർബർ ഷാപ്പിലെ കത്തി പോലെ ആയി പോരുത്, രണ്ട് ഭാഗം അപ്പുറത്തും ഇപ്പുറത്തും പോരുത്. ആ രീതിയിലേക്ക് പോകരുത് നിങ്ങൾ. വളരെ കൃത്യമായി മീഡിയ, ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്തെ പ്രതികളെ കർശനമായി ഇപ്പോൾ പൾസർ സുനിയെ പിടിച്ചപ്പോൾ കോടതിക്കകത്ത് പിടിച്ചപ്പോൾ അതിലും നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ലേ ചെയ്തത്? കോടതി അത് അന്ന് ഉന്നത നിയമരംഗത്തെ വിദഗ്ധന്മാർ വന്ന അഭിപ്രായം പറഞ്ഞപ്പോഴല്ലേ നിങ്ങളൊന്ന് പുറകോട്ട് പോയത്? പൾസർ സുനിയെ പിടിച്ചു പോലീസ് കോടതിക്കകത്ത് വെച്ച്. കോടതി ചേരുന്നില്ല. കോടതി ചേരാത്ത സമയത്ത് പിടിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിടിക്കാൻ പാടുണ്ടോ? കോടതി നിങ്ങളെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചു. എന്താ കൊടുത്ത വാർത്ത? പൾസർ സുനി കീഴടങ്ങിയിരിക്കുന്നു കോടതിയിൽ. ഇങ്ങനെയുള്ള വാർത്തകളല്ലേ നിങ്ങൾ കൊടുത്തത്? അപ്പോൾ നിങ്ങൾ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്കിതെങ്ങനെ പൊലിപ്പിക്കണമെന്നേ ഉള്ളൂ. പൊലിപ്പിച്ച് ഒന്നിതാക്കണം, തൽക്കാലികളെ കാര്യങ്ങൾ ഒപ്പിച്ചു പോകണം. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പൊതുവായ മാധ്യമ വിമർശനത്തിനുള്ള ഒരു സന്ദർഭമായിട്ടല്ല ഈ വിഷയത്തെ എടുക്കേണ്ടത്. ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. 13-ാം തീയതി കുട്ടി മരിച്ചു, 14-ാം തീയതി റിപ്പോർട്ട് വന്നു, 28-ാം തീയതി പിന്നെയും റിപ്പോർട്ട് വന്നു. അതിനുശേഷവും നടപടി വീണ്ടും വൈകുകയുണ്ടായി.